ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ പകലിൽ ദൈവത്തെ ആരാധിപ്പാനായി കൂടി വന്ന ദൈവജനത്തെ, ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സഭയ്ക്ക് ഐശ്വര്യമായി നേതൃത്വം നൽകുന്ന ദൈവസഭയുടെ ഈ സഭയ്ക്ക് ഐശ്വര്യമായി നേതൃത്വം നൽകുന്ന ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ പ്രേംകുമാർ, തൻ്റെ കുടുംബം, വേദിയിൽ ആയിരിക്കുന്ന ആദരണീയനായ ദൈവത്തിൻ്റെ ദാസൻ റവറൻ സാജു വർഗീസ്, ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പങ്കെടുത്ത ദൈവജനം, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും നിങ്ങൾ പലരുമായിട്ടുമുള്ള പരിചയവും ബന്ധവും കൂടി വരുന്നു. ഈ കഴിഞ്ഞ സെക്ഷനുകളിലൊന്നും പേര് ഞാൻ പ്രതിപാദിക്കാത്ത വ്യക്തിയാണ് പ്രിയ ജി ബ്രദർ. ഇന്നലെ വൈകിയാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരി വിവാഹം ചെയ്തിരിക്കുന്നത് എൻ്റെ കസിൻ ബ്രദറിനെയാണ്. അപ്പം ഈ സഭയിൽ ഒരു വകയിൽ ഒരാളിയനെ കൂടെ കിട്ടി. സ്തോത്രം. എന്തായാലും കൃപയാൽ ഇന്ന് ഇവിടുന്ന് അങ്ങ് ഇറങ്ങുക. അതുകൊണ്ട് ഇനിയിപ്പം പുതിയ ബന്ധങ്ങളൊന്നും എന്തെയില്ല, അറിയില്ല. അങ്ങനെ ഈ സഭ ഒത്തിരി മനസ്സിനെ തൊട്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം വരുന്നത് അവിടുത്തെ ദൈവദാസൻ മനസ്സു തുറന്ന് സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ അവസരം തരുമ്പോഴാണ്. പ്രിയ പ്രേംകുമാർ പാസ്റ്റർ വളരെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ അവസരങ്ങളെ നൽകി. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ്റെ ആത്മീക നേതൃത്വത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം ആദ്യമായി കേരളം വിട്ട് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത് ഗുജറാത്തിൽ ഡീസ എന്ന സ്ഥലത്താണ്. അന്ന് ആ സ്ഥലത്ത് ശുശ്രൂഷയിലായിരുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ജിജോ തുണ്ടിൽ എന്ന ദൈവദാസനാണ്. ഞാൻ അവിടെ ചെന്നുടനെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് ഈ മലങ്കര എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മലങ്കര കത്തോലിക്ക സഭയാണ്. അപ്പോൾ ഈ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഈ MCC മൂവ്മെൻറ്റിനെ കുറിച്ച് കേൾപ്പാനിടയായത്. ആ സഭയുടെ സീനിയർ ശുശ്രൂഷകനായ പ്രിയ ദൈവത്തിൻ്റെ ദാസനോട് ചേർന്ന് ഇന്നായിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ സ്റ്റേജിലോട്ട് നോക്കുമ്പോൾ നരച്ച 2 തലമുടികൾ, സ്തോത്രം, നര ശോഭയുള്ള കിരീടമാണ്. ആ കൂട്ടത്തിൽ ശോഭയില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ രാവിലെ ഒരല്പം തലവേദനയൊക്കെ എടുത്താണ് അകത്തോട്ട് കയറി വന്നത്. ഞാനിങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പം പ്രേംകുമാർ പാസ്റ്റർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, യു ആർ ലുക്കിംഗ് സോ ഹാൻസം. എതിരുള്ള ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ടെന്ന് തോന്നല്ലോ. സ്തോത്രം. അത് കേട്ടപ്പോൾ എൻ്റെ തലവേദന അങ്ങ് മാറി. സ്തോത്രം. ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ബന്ധങ്ങൾക്ക് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സഭയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ പ്രിയ അജിച്ചാനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പ്രമോദ് ഉൾപ്പെടെ ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ആരുടെയും പേര് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്തോത്രം. കാരണം നമ്മുടെ മുമ്പിൽ തിരുമേശയുണ്ട്. വേഗത്തിൽ നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു വാക്ക് ഞാൻ പറയാം. കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ശ്രമിച്ചത് നിങ്ങളെ മെറ്റീരിയൽ വേൾഡിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനകത്ത് കൊണ്ട് തളയ്ക്കാനല്ല എന്നുള്ളതിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്. എൻ്റെ മെസ്സേജുകളിലൊക്കെ ഞാൻ ശ്രമിച്ചത് നിങ്ങളെ അരുമനാഥൻ്റെ സ്നേഹത്തിലേക്ക് നയിപ്പാനാണ്.
സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. തല ഉയർത്തി ദേശത്ത് നിൽക്കാൻ അനുഗ്രഹങ്ങൾ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ അനുഗ്രഹം ജാതിയായിരുന്ന എന്നെ സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹമാണ്. ഒരു നിമിഷം ആ സ്നേഹത്തിനൊരാമയം പറഞ്ഞേ. നമ്മൾ 2 വാക്യങ്ങൾ വായിച്ചാണ് 3 ദിവസം മുമ്പ് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിച്ചത്. ഒന്ന് യോഹന്നാൻ 17:1 പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. 2 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അമ്മയോട് പറയുന്നു നാഴിക വന്നിട്ടില്ല. ഈ 2 ചിന്തകളിലാണ് നമ്മുടെ പ്രസംഗം നമ്മൾ ആരംഭിച്ചത്. അതിൽ നിന്നുകൊണ്ട് സുവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സുവിശേഷം എഴുതാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാത്ത ഒരു മർക്കോസിനെ കൊണ്ട് എഴുതി ആരംഭിപ്പിച്ചിട്ട് തൻ്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാനെ കൊണ്ട് ഏറ്റവും അവസാനം എഴുതിപ്പിച്ച ദൈവത്തിൻ്റെ സെലക്ഷനെക്കുറിച്ച് ആദ്യ രാത്രി നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്? കൊട്ടാരമില്ലാത്ത നാട്ടിലൊരു രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയുന്ന, വേക്കൻസി ഇല്ലാത്ത നാട്ടിൽ വസ്തിയെ വെട്ടിമാറ്റി ഒരു എസ്തേറിനെ രാജ്ഞിയാക്കുന്ന ദൈവത്തിൻ്റെ സെലക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടു. സ്തോത്രം. ദൈവം നമ്മെ സെലക്ട് ചെയ്തവനാണ്. ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്ന് 2-ാം ദിവസം നമ്മൾ ചിന്തിച്ചത് യോഹന്നാനെക്കുറിച്ചും യോഹന്നാൻ്റെ എഴുത്തുകളെക്കുറിച്ചുമാണ്. 2-ാം സെഷനിൽ യോഹന്നാൻ്റെ ജീവിതത്തെ കർത്താവ് മാറ്റിയതെങ്ങനെ, യോഹന്നാൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റി പോലും യേശുവിൻ്റെ സ്നേഹമായിരുന്നു എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്നലെ വൈകുന്നേരം നമ്മൾ സ്തോത്രം നേരെ നമ്മുടെ ചിന്ത പോയത് കാനാവിലെ ഭവനത്തിലേക്കാണ്. കാനാവിലെ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ, അത് നടന്ന 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, പഴയ നിയമത്തിൽ ഒരു ദാവീദ് പൊട്ടിക്കരഞ്ഞ 3-ാം ദിവസം, ദാവീദ് പുത്രൻ എഴുന്നേറ്റ് 3-ാം ദിവസത്തിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അത് മാത്രമല്ല, കാനാവിലെ പ്രശ്നം എന്താ? വീഞ്ഞ് തീർന്നതാണോ അവിടുത്തെ പ്രശ്നം? കാനാവിൽ പാർക്കുന്നവരാരാണ്? ആശേർ മക്കൾക്ക് ലഭ്യമായ സ്ഥലമാണ് കാനാവ്. ആശേർ മക്കളുടെ മേൽ കിടക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് രാജകീയ ഭോജനം നൽകുമെന്നാണ്. ആശേർ സാധാരണ ഗോത്രമാണ്, യഹൂദ ഗോത്രമാണ് റോയൽ ട്രൈബ്. സാധാരണ ഗോത്രമാണേലും രാജകീയമായി നടത്തുന്നതിൻ്റെ പേരാണ് അപ്പൻ നൽകിയ അനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ ആ രാജകീയമായി കൊടുത്ത് പരിചയമുള്ള വീട്ടിൽ വിളിച്ചവരെ മാന്യമായി പറഞ്ഞയക്കാൻ കഴിയാത്ത ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിനകത്ത് നിൽക്കുന്ന ആ ഭവനത്തിലേക്ക് യേശുനാഥൻ ഇറങ്ങി വന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്, യേശുവിനെ വീടിനകത്ത് വിളിച്ചു വരുത്തിയാൽ സമൂഹത്തിൽ നിന്റെ തല താഴില്ല. ആമേൻ പറഞ്ഞേ. കരമുയർത്തി ആമേൻ പറഞ്ഞേ. യേശു എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ എൻ്റെ തല സമൂഹത്തിൽ താഴില്ല. എൻ്റെ തലമുറ സമൂഹത്തിൽ അപമാനിക്കപ്പെടില്ല. സമൂഹത്തിൽ തല ഉയർത്തി നിർത്തുന്നത് ഈ യേശുവിൻ്റെ സ്നേഹമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ആരും അടങ്ങിയിരിക്കരുത്. ആ വാ തുറന്ന് യേശുവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. 3 ദിവസം നമ്മൾ ചിന്തിച്ചത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു. സിനോപ്സിസ് എന്നാണ് ഇതിൻ്റെ പേര്. 200 പേജുള്ള ഒരു തിസീസ് മെൻറ്റോർ മൊത്തം ഇരുന്ന് വായിക്കാറില്ല. 3 പേജുള്ള അബ്സ്ട്രാക്റ്റ് മാത്രമേ എന്ത് ചെയ്യൂ? വായിക്കൂ. അതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങുകൾ ഇല്ലാത്തവരൊക്കെ ഈ മീറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഈ മെസ്സേജിനോട് ചേർന്ന് വരേണ്ടതിന് ഞാൻ അങ്ങനെ ചെയ്തതാണ്. നമുക്ക് ഇന്നലെ നിർത്തിയ ഭാഗത്തുനിന്ന് ആരംഭിക്കണം. വേഗത്തിൽ ഒരു 5 മിനിറ്റ് മാത്രം ആ യോഹന്നാൻ 2 പറഞ്ഞിട്ട് യോഹന്നാൻ 17 നമ്മൾ വരും. ശ്രദ്ധിച്ചേ. ആമേൻ. യേശു ക്രിസ്തു കാനാവിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. കാനാവിലെ അത്ഭുതമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ ഐഹിക ലോകത്തിൽ താൻ അത്ഭുതം ചെയ്തു തുടങ്ങുകയാണ്. ഇന്ന് പകൽ പറയണം, യേശു അത്ഭുതം ചെയ്യുമെന്നല്ല, ചില അത്ഭുതങ്ങളുടെ ആരംഭമായിരിക്കുമെന്നൊന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ മാലപ്പടക്കത്തിന് ഒരു സൈഡിൽ തിരി കൊളുത്തുന്നത് പോലെ തുടങ്ങിയാൽ പിന്നെ നിൽക്കത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട്. രാമൻ പറയാമോ? അവസാനം യോഹന്നാൻ പറഞ്ഞു, ചെയ്തതെല്ലാം കൂടെ എഴുതാൻ തുടങ്ങിയാൽ ഈ ഇത്രയും ഒന്നും നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പലതും എഴുതുന്നില്ലെന്ന്. യേശു തുടങ്ങിയാൽ ഒരു ദൂത് ഞാൻ പറയാം,
കുറെ നാളായി കാണാത്തതിന് അറുതി വരുത്തി സ്വർഗം ചെയ്തു തുടങ്ങിയാൽ അത് പിന്നെ തീരത്തില്ല, അതാ നടന്നുകൊണ്ടേയിരിക്കും. ആമേൻ പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. അത്ഭുതങ്ങൾ, അത്ഭുതമല്ല അത്ഭുതങ്ങൾ. വാ തുറന്ന് പറഞ്ഞേ, ഞാൻ അത്ഭുതങ്ങൾ കാണും. ഐ വിൽ വിറ്റ്നസ് മിറക്കിൾസ്. വാ തുറന്ന് പറഞ്ഞേ, അടയാളങ്ങൾ, അടയാളങ്ങൾ. റബന ഹദന ഹസിഹദന. യേശുവിന്റെ നാമത്തിൽ ഓരോ വീടുകൾക്കകത്തും ഒന്നിനു പുറമെ ഒന്നായി ഈ ആലയത്തിന്റെ ആരാധനകൾക്കകത്ത് സാക്ഷ്യങ്ങൾ തിക്കിക്കയറ്റുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് നിയന്ത്രണാതീതമായ രീതിയിൽ സൗഖ്യങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ആലയത്തിൽ ചലിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറ. മുപ്പത് വർഷം യേശുക്രിസ്തു അത്ഭുതം ഒന്നും ചെയ്യാതെ തൻ്റെ ഭവനത്തിലിരിക്കുക. എൻ്റെ ചോദ്യം, നമ്മളാണെങ്കിൽ എന്തുമായിരിക്കും മാനസികാവസ്ഥ? ഇപ്പം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് 3 ദിവസവും പ്രേംകുമാർ പാസ്റ്റർ പ്രസംഗിച്ചെന്നിരിക്കട്ടെ, എന്തുമായിരിക്കും എൻ്റെ മാനസികാവസ്ഥ? ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്ന് തൊടണം, അപ്പോൾ അറിയാം. ഈ രൂപാന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 രൂപാന്തരങ്ങൾ ഞങ്ങൾ പൊതുവെ സെമിനാരി ക്ലാസ് എടുക്കാറുണ്ട്. ഒന്ന് പാമ്പിൻ്റെ രൂപാന്തരം, ഒന്ന് കഴുകൻ്റെ രൂപാന്തരം, ഒന്ന് ചിത്രശലഭത്തിൻ്റെ രൂപാന്തരം. അത് പറയാൻ സമയം മൊത്തം ഇല്ല, ഓരോ സെൻറ്റൻസിൽ പറയാം. ഈ പാമ്പ് വേരേലും കല്ലേലും ഒക്കെ കൊണ്ടുപോയി തൻ്റെ ശരീരത്തിൻ്റെ ഈ ശകലങ്ങൾ എന്നല്ലേ അതിന് പറയുന്നത്, എന്തോ അതിൻ്റെ ഇംഗ്ലീഷ്, സ്കെയിൽസ്. ആ സ്കെയിൽസ് ഒന്നും വിരിഞ്ഞു കഴിയുമ്പോൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അപ്പം വേരിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ ഇടയിൽ കൊണ്ടുപോയി തല തൊട്ട് വാല് വരെ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് ഉരിഞ്ഞു കളയും. എളുപ്പമാണോ? അത് എളുപ്പമാണോ? പെയിൻഫുൾ പ്രോസസ്സാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയും. എന്നിട്ട് ഞായറാഴ്ച വെള്ളയൊക്കെ ഇട്ടൊരു വരവുണ്ട്. ഒരാമയും പറഞ്ഞേ. അപ്പം പ്രേം പാസ്റ്റർ ഇവിടെ നിന്നോട്ട് പറയും, പ്രിയ അച്ചാൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ ഒരു മാറ്റം. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. എന്തെന്നറിയത്തില്ല, ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക ശോഭ അല്ലേ? മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേകത. സ്തോത്രം. അപ്പം നമ്മൾ പറയും ആത്മീയനായി ഭയങ്കര നല്ലൊരു പഴയതില്ലാത്തതുപോലെ സ്പീഡിൽ സഞ്ചരിക്കും. പക്ഷെ ആ പോകുന്ന വഴിയെ പോകുന്ന ആരെങ്കിലും ഒരു പിടി മണ്ണെടുത്ത് ദേഹത്തോട്ടിട്ട അവിടെ നിന്ന് പത്തി പൂക്കും. എൻ്റെ കൂടെ ഉണ്ടോ? പുറം മാറി അകത്തെ വിഷം മാറിയിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞേ. ഐഡന്റിറ്റിയെ തൊടണം നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ. വെല്ലോന്റെ ഐഡന്റിറ്റിയെ കുത്തുന്നുടനെ സഹോദര അങ്ങനെ പ്രതികരിക്കല്ലോ കേട്ടോ, നമ്മൾ ദൈവസ്നേഹത്തിൽ ക്ഷമിക്കണം എന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ്. എൻ്റെ കൂടെ ഉണ്ടോ? സ്വന്തം ജീവിതത്തിൽ ഐഡന്റിറ്റി ഒന്ന് തൊടുമ്പോഴാണ് നമ്മൾ ആരാന്ന് അറിയുന്നേ. ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഇനി അത് പറഞ്ഞുകൊണ്ട് കഴുകനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞേക്കാം. കഴുകൻ ഈ കൊളസ്ട്രോൾ, സഹോദരി ആരോ അവിടെ കൊളസ്ട്രോളിൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഈ ശരീരത്തിൽ ഈ കഴുകൻ നോൺ വെജ് ആണല്ലോ, വല്ലാതെ കൊളസ്ട്രോളൊക്കെ കയറി വണ്ണം വെച്ച് കഴിയുമ്പോൾ ഈ തൂവലുകൾ വിടരും. അപ്പൊ പഴയതുപോലെ ഭയങ്കര ഉയരത്തിലോട്ട് പറന്നു കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ചിറകിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് മുകളിലോട്ട് പോകും. ഈ മുമ്പിലത്തെ പല്ലില്ലാത്ത ആൾക്കാർ ഗ്ലാഡ്സൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പല്ലില്ലാത്ത ആരും എന്നെ ഉപദ്രവിക്കുകയും ചെയ്യല്ലേ. ഗ്ലാഡ്സൺ എന്ന് പറയുമ്പോൾ ഈ ഗ്ലായും ഡായും കൂടെ അങ്ങ് ചേരും, പിന്നെ ഒരു സണ്ണ് മാത്രമേ വരത്തുള്ളൂ. ഏതാണ്ട് ഈ അവസ്ഥയിൽ ഈ ചിറകിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് മേളോട്ട് പോകുമ്പോൾ പറന്ന് കയറാൻ പറ്റത്തില്ല.
അപ്പൊ ഈ കഴുകൻ സ്വയം ഒരു പാറയുടെ ഇടുക്കിലേക്ക് കയറി സ്വന്തം കൊക്കുകൊണ്ട് ഈ തൂവലുകളൊക്കെ പറിച്ചു കളയും. അതിന് UAE നിന്ന് വന്ന ആരും ദൂത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാ വിടർന്ന് നിൽക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഒരാമേൻ പറഞ്ഞേ. അതിനെയൊക്കെ ഒന്ന് കൊത്തിപ്പറിച്ച് ആമേൻ സ്തോത്രം ഈ പാറയുടെ അസാധാരണമായ ചൂടിനകത്തേക്കൊന്ന് ഒതുങ്ങും. ഒരാമേൻ പറഞ്ഞ് ഒരു ചിന്ത ഞാൻ പറയാം. ചില ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ നീ ഒന്ന് ഒതുങ്ങണം. ആമേൻ പറഞ്ഞേ. എന്നിട്ട് ഒതുങ്ങിയിട്ട് അവിടെ നിന്ന് പുതിയ തൂവലുകൾ തനിക്ക് വരും. ശരീരമൊക്കെ ഒന്ന് പുതുതായി. അതുകൊണ്ട് കഴുകനെ പോലെ യൗവനം പുതുക്കണം. എന്നിട്ട് പുറത്തോട്ട് വരും. ആ യൗവനം പുതുക്കി ഇവൻ അങ്ങോട്ട് ചിറകടിച്ച് കയറും. കാർമേഘങ്ങൾക്ക് മുകളിൽ ചിറകടിച്ച് കയറാൻ അവന്റെ ചിറകുകൾക്കപ്പോൾ ശക്തി കാണും. ഉയർച്ച, അങ്ങ് ദൂരെ ഉയർച്ചയിൽ പറന്നു കയറാൻ പറ്റും. പക്ഷെ എത്ര ഉയർന്നാലും അവന്റെ നോട്ടം പഴയതുപോലെ അളിഞ്ഞ ജഡം താഴെ ഉണ്ടോന്നാ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രിഫറൻസ് മാറിയിട്ടില്ല. ഹലോ, തൊക്ക് മാറി, പ്രിഫറൻസ് മാറിയിട്ടില്ല. പക്ഷെ പുഴുവായിരുന്ന ഒന്ന് ചിത്രശലഭമായി ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ശരീരം മാത്രമല്ല മാറുന്നേ. ഒരാമേൻ പറഞ്ഞേ. ശരീരം മാത്രമല്ല, അതിന്റെ പ്രിഫറൻസ് മാറും. ഇലയിൽ ഇരുന്നവൻ ഇതളുകളിൽ ഇരിക്കാൻ തുടങ്ങും. ഡീകമ്പോസിംഗ് ഏജന്റ് ആയിരുന്നവൻ റീപ്രൊഡക്റ്റീവ് ഏജന്റായി മാറും. അവൻ പറയാൻ പറ്റുന്നുണ്ടോ? എല്ലാത്തിനെയും കാർന്നു തിന്നവൻ പോളിനേഷന്റെ ഭാഗമായി നിൽക്കും. ആമേൻ പറഞ്ഞേ. ഇന്ന് പകലിൽ വ്യക്തിത്വത്തെ തൊടുമ്പോഴാണ് നമ്മൾ ആരെന്നറിയുന്നേ. യേശുക്രിസ്തു 30 വർഷം പുറം ലോകത്തിന് വെളിപ്പെടാതെ അകത്തിരിക്കുക. ഞാൻ ചിന്തിക്കുക, യേശു രാവിലെ എഴുന്നേറ്റ് ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ യോസഫ് ചിന്തേറിട്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ യേശു ഔട്ട് വന്നിട്ട് വരട്ടെ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ വരത്തില്ലേ? വരുമില്ലയോ? വരാതിരിക്കാൻ എന്തുവാ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉറപ്പായിട്ടും വരും. അങ്ങനെ വന്നാൽ ആ ഫർണിച്ചറുകൾ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 50% ഡിസ്കൗണ്ട് കൊടുക്കല്ലോ. അങ്ങനെ കൊടുത്തായിരുന്നെ പിന്നത്തേതിൽ 5000 പേർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഉച്ച സഹായമാകത്തില്ലായിരുന്നോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്വതന്ത്രം. നമുക്ക് വേണേൽ പാടുകയും ചെയ്യാം, നിന്റെ പേര് ഞങ്ങൾ ചെയ്യും. പിന്നെ ഒരു സ്കോപ്പ് ഉണ്ട് അവിടെ. യേശു അത് ചെയ്തോ? ശ്രദ്ധിച്ചേ. എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ യേശുവിൻ്റെ പ്രത്യേകത ചെയ്യേണ്ട നാഴികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരുന്നു. മനസ്സിലാകുന്നൊരു രാമൻ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൂതോട് പറയാം, 30 വർഷം നീ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് 31-ാം വർഷവും അങ്ങനെയാകുമെന്ന് ലോകം കരുതിയെങ്കിൽ തെറ്റി. 31-ാം വർഷം ദൈവത്തിൻ്റെ നാഴികയിലേക്ക് അവൻ നടന്നു കയറുകയായിരുന്നു. നിന്റെ ഇന്നലകളെ നോക്കി നിന്റെ നാളുകളെ പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രതിയോഗിക്ക് ലഭിച്ച പ്രഹരമായിരുന്നു പിതാവായ ദൈവം ഒരുക്കിയ നാഴികയിലേക്ക് ദാവീദ് പുത്രനായ ക്രിസ്തു നടന്നു കയറിയത്. ഇന്നു പകലിൽ ആരെയൊക്കെയോ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുന്നു. കഴിഞ്ഞ ചില നാളുകളിലെ കാണാതെ പോയ ചലനങ്ങൾ നോക്കി നിനക്കിനി ഒരു സാധ്യതയില്ലെന്ന് ലോകം വിധി എഴുതുമ്പോ ഇന്നു പകലിൽ ആത്മാവ് ഇടപെടുന്നു. അല്ല, നീ ചില നാഴികകൾക്കകത്തേക്ക് നടന്നു കയറാൻ പോകുന്നു. ചില നാഴികകൾക്കകത്തേക്ക് ആർക്കും നിന്നെ തടയാൻ കഴിയാത്ത, ആർക്കും നിന്നെ ഹോൾഡ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും നിന്നെ അവഗണിക്കാൻ കഴിയാത്ത, ആർക്കും നിന്നെ ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത ദൈവത്തിന്റെ നാഴികകളിലേക്ക് ഇന്നു പകൽ ചിലതോടി കയറുന്നു. വാതുറന്നൊന്ന് പറഞ്ഞ് എന്റേതായ ഒരു നാഴിക വാതുറന്ന് അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പറയാൻ കഴിയുന്നുണ്ടോ? എന്റേതായ ഒരു നാഴികക്കകത്തേക്ക് ഇന്നു പകൽ ഞാൻ ഓടിക്കയറും. എന്റേതായ നാഴിക, പിതാവ് എനിക്ക് വെച്ചിരിക്കുന്ന നാഴിക. ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റേതായ ഒരു നാഴികയുണ്ട്. ആർക്കും തടയാൻ കഴിയാത്ത, നിന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അസാധാരണമായ ഒരു നാഴിക.
ചൂടമാന ഹംദ രാജ വൈഡ രാജ ഹർത്ത രാജ ഹംദവലക്ഷം ഔഡവരന്തം ധൂലകരക്ഷം ധീരഘട്ടം ധൂരച്ചാരം വൈഡഘട്ടം. കരങ്ങളെ അടിച്ച് അല്പം നിമിഷങ്ങൾ ദൈവത്തിന് നന്ദി കൊടുക്ക. എന്റെ നാഴിക, എന്റെ നാഴിക, എന്റെ നാഴിക. ചില നാഴികകളിലേക്ക് നീ ഓടിക്കയറും. നാഴികകളിലേക്ക്, നാഴികകളിലേക്ക്. സഹോദരന്റെ ബാറ്ററി തീരുവാൻ തോന്നുന്നു. ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ നാഴിക. അപ്പൊ യേശു ക്രിസ്തുവിനെ അറിയത്തില്ലേ കാനാവിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നതെന്ന്? ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിനെ അറിയത്തില്ലേ കാനാവിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നതെന്ന്? അറിയാമോ? പറഞ്ഞേ. അറിയാം. യേശു കാനാവിലെത്തി. യേശു കാനാവിലെത്തി. വിളിച്ചാൽ വിളിച്ചിടത്തെൻ്റെ യേശു എത്തും. ഹലോ, വിളിക്കണം. പിശാചും യേശുവും തമ്മിലുള്ള വ്യത്യാസം അതാ. പോ പിശാച് എന്ന് പറഞ്ഞാലും പുള്ളി പോത്തില്ല. പുള്ളി എന്നാലും എന്തു ചെയ്യും? എൻ്റെ കൂടെ ഉണ്ടോ? എത്ര പോകാൻ പറഞ്ഞാലും ഇല്ല, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ചിലർ പറയും സ്നേഹനിധിയായ കൂടെ ഉണ്ടോ നിങ്ങൾ? യേശു അങ്ങനല്ല. വലിഞ്ഞു ചെന്ന് കയറത്തില്ല. ഒന്നുകിൽ അവിടുത്തെ നാമത്തിൽ കൂടണം, അല്ലെ നാഥനെ വിളിക്കണം. രാമയും പറഞ്ഞ് ശ്രദ്ധിക്കണേ. യേശുവിനെ വിളിച്ചു. യേശു ആ വീട്ടിലെത്തി. യേശുവിനെ അറിയാമല്ലോ ഇന്നാണ് ഞാൻ അത്ഭുതം ചെയ്യുന്നതെന്ന്. അറിയാമോ ഇല്ലയോ? അറിയാം. യേശുവിനെ അറിയാമല്ലോ എന്താണ് അത്ഭുതം ചെയ്യാൻ പോകുന്നതെന്ന്. അറിയാമോ ഇല്ലയോ? അറിയാം. വീഞ്ഞ് തീരുമെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. യേശു അങ്ങോട്ട് ചെന്നിട്ട്, യേശുവിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ആദ്യം കലവറയിൽ കൂടെ ഒന്ന് നടന്നേനെ അല്ലേ? വീഞ്ഞ് തീരാൻ എന്തെങ്കിലും സ്കോപ്പ്? കാരണം തീർന്നിട്ട് വേണ്ടേ വെള്ളം? ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? തീരാൻ എന്താ വഴിയെന്നറിയാമോ? ഞാനൊരു പാഴ്സനേജ് ജനിച്ച് വളർന്നവനാ. ഈ മാസത്തിൽ ഒരിക്കൽ ഒരു പരിപാടിയുണ്ട്, പേര് മാസയോഗം. നമ്മളിൽ ചിലർ മാംസയോഗമെന്നും വിളിക്കാറുണ്ട് പണ്ട്. ഈ മാസയോഗം നടക്കുമ്പോൾ സ്ഥലം സഭയിലെ പിള്ളേർക്ക്, സൺഡേ സ്കൂൾ പിള്ളേർക്ക് ചില ജോലിയുണ്ട്. അതിൽ ഒന്നാണ് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എണ്ണണം. അതിനെന്താണെന്നറിയാമോ ടെക്നിക്ക്? ചെരുപ്പെണ്ണിയാൽ മതി. ചെരുപ്പ്, നീ ആരെങ്കിലും ചെരുപ്പില്ലാതെ വന്നാൽ പെട്ടു. ചെരുപ്പെണ്ണിയിട്ട് കലവറയിൽ ചെല്ലും. കലവറയിൽ ഒരപ്പച്ചനും ഒരമ്മച്ചിയും കാണും. ചെന്നിട്ട് പറയണം 200 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചായൻ പറയും 150 പേർക്കുള്ള സാമ്പാറേ ഉള്ളൂ. അമ്മച്ചി പറയും കുഴപ്പമില്ല, ഒരു തൊട്ടി കഞ്ഞിവെള്ളം സാമ്പാറിൽ വീണ 200 പേർക്ക്. സത്യമല്ലേ? എത്ര സാമ്പാറിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇവർ ചിന്തിച്ചേ. നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ? സ്തോത്രം. ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ പറയും ഇന്നെന്താണെന്ന് അറിയത്തില്ല, സാമ്പാറിനൊരു പ്രത്യേക. സ്തോത്രം. പിന്നെ വിളമ്പാൻ കയറ്റും. പിള്ളേരുടെ കൊടുക്കുന്ന എന്തോന്നറിയാമോ? ഇലയിടുക, ആർക്കും വേണ്ടാത്ത ഉപ്പ് വിളമ്പുക, താഴെ വീണ പൊട്ടാത്ത സ്റ്റീൽ ഗ്ലാസ്, ഇറച്ചിയും മീനും എല്ലാം വിളമ്പാന്ന് പിള്ളേരെ ഏൽപ്പിക്കുമോ? കാരണം എന്താ? ആ വിളമ്പി തീർക്കാൻ പറ്റത്തില്ല. അതാ എല്ലായിടത്തും വരെ വിളമ്പി. ഈ അവസാനം ഗോമാതാവിനെ ഫ്രൈ ചെയ്ത സാധനം വിളമ്പാൻ അവിടുത്തെ ഏറ്റവും മൂത്ത വിളമ്പുകാരൻ വരും. ആ അച്ഛൻ്റെ വരവ് കാണുമ്പോഴേ അറിയാം പുള്ളിയും ബീഫും തമ്മിലൊരു ധാരണയിലാണ് നിൽക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ ആ ബേസൻ ഇങ്ങനെ കിടന്ന് ചലിക്കും. അതിനെ കോരിക്കുത്തുക എന്നാണ് പിള്ളേർ പറഞ്ഞത്. കോരിക്കുത്തുക. ഇത് 5 പീസ് വെച്ചാൽ ഒരു ഇലയെ വീഴണമെന്ന് പുള്ളിയും ഈ ബീഫും തമ്മിലൊരു ധാരണയുണ്ട്. ഇതിങ്ങനെ വാരി 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 ഇട്ടിട്ടോ നമ്മൾ ഓർക്കും ഭയങ്കര ഔദാര്യമായിട്ടാണ്. നല്ല 5 വീഴൂ.
അഥവാ ആറാമത്തെ ഒന്ന് വീണാൽ പുള്ളി ഇങ്ങൊരു നോട്ടം ആ ബീഫ് കഷ്ണത്തെ നോക്കി അത് തന്നെ ഉരുണ്ട് അപ്പുറത്തെ ഇലയിൽ കയറും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. ഈ ചിരിക്കുന്നവരൊക്കെ ഒത്തിരി വിളമ്പിയതും വിളമ്പ് കണ്ടവരുവാന്ന് എനിക്കറിയാം. സ്തോത്രം. ആ ഒരു ധാരണയില. അപ്പം യേശു അങ്ങോട്ട് എന്നിട്ട് വീഞ്ഞ് തീരണേ ചെയ്യേണ്ടത് അവിടുത്തെ PYPക്കാരെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾ പോയി വീഞ്ഞ് വിളമ്പ്. ഇവർ വിളമ്പിയ എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 2, അല്ലേ നമ്മളിങ്ങനെ നടന്ന് അടുക്കളയിൽ കൂടെ പോയി കലവറയിൽ കൂടെ പോയിട്ട് അറിയാതെ കാലും കൊണ്ട് ആ തുരുത്തിലൊരു തട്ടിട്ട് സോറി കേട്ടോ അറിയാതെ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആരും അറിയാതെ തട്ടാൻ കൃപയുള്ളവരുണ്ടോ? രാമയും പറഞ്ഞ്. സ്തോത്രം. ആരുടെയും പേര് മനസ്സിൽ വരല്ലേ. സ്തോത്രം. അവരൊരു തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്കുള്ള കലവറ പൂട്ടാ. പ്രൈസലോ. സ്തോത്രം. യേശു അത് ചെയ്തോ? ഈ യെരിഹോവിൽ ജനം ചുറ്റുന്നത് കണ്ടോ? എൻ്റെ ചോദ്യം, 600,000 men, 6 ലക്ഷം പുരുഷാരം ഈ യെരിഹോവിന് ചുറ്റും ഇങ്ങനെ വലയം വെക്കുമ്പോൾ ചുമ്മാ ആ പോകുന്ന വഴി വേറെ ഒന്നും ചെയ്യണ്ട, ഇടത്തെ കാലുകൊണ്ട് ഒരു കാലും കൊണ്ട് ആ മണ്ണൊന്ന് മാറ്റിയാൽ 6 തവണ 1 ഫീറ്റ് എന്ന് പറയുന്നത് 600,000 into 6. എരിഹോ മതിലല്ല, എരിഹോ പട്ടണം വരെ കുഴിഞ്ഞു പോകും. എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ തമ്പുരാൻ പറഞ്ഞു, പൊളിക്കുന്നത് ഞാനായതുകൊണ്ട് നിന്റെ ഔദാര്യം വേണ്ട. ഒരാമേൻ പറഞ്ഞേ. അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനകത്ത് എൻ്റെയും നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. ഒരാമേൻ പറയണേ. എൻ്റെ കൂടെ ഉണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ചില ഇനിഷ്യേറ്റീവ് ദൈവ പദ്ധതിക്കകത്തുള്ള മാനുഷിക കൈകടത്തിൽ നിർത്താൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവിക പദ്ധതികൾക്കകത്ത് മാനുഷിക കൈകടത്തിൽ നിർത്തിയാൽ സ്വർഗം അത്ഭുതം ചെയ്തു തുടങ്ങും. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് പറയുന്ന ആ ദൂത് ഞാൻ അങ്ങനെ കൈമാറുന്നു. ദൈവത്തോടൊന്ന് പറഞ്ഞേ, നാഥ, നിന്റെ പ്രവർത്തികൾക്കകത്ത് എൻ്റെ കൈകടത്തൽ ഒരു തടസ്സമാകരുതെന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പറഞ്ഞേ. ദൈവ പദ്ധതികൾക്കകത്ത് എൻ്റെ കൈകടത്തൽ ഉണ്ടാകരുത് എന്ന് ദൈവസന്നിധി ഒന്ന് പറഞ്ഞേ. എല്ലാവരും പറയണം. അത് ശൗലേ, നീ രാജാവാണേലും കൊള്ളാം, അതിൻ്റെ അകത്ത് കൈകടത്തിയാൽ സ്വർഗത്തിന്റെ അടിയുറപ്പാണ്. വാതുറന്ന് പറ, ദൈവ പദ്ധതികൾക്കകത്ത് കൈകടത്താൻ ദൈവമേ എനിക്കും എൻ്റെ തലമുറകൾക്കും ഇടവരരുത്. എല്ലാവരും പ്രാർത്ഥിച്ച് ആ കണ്ണുകൾ ദൈവസന്നിധി അടച്ചിട്ട് പറഞ്ഞ്, ദൈവ പദ്ധതികൾക്കകത്ത് റമനഹസിയാരാധന എന്തെന്നറിയില്ല, പരിശുദ്ധാത്മാവ് ശക്തമായി സഭയോട് അങ്ങനെ ഇടപെടുന്നു. ദൈവ പദ്ധതികൾക്കകത്ത് കൈകടത്തരുത്. വാതുറന്ന് പറ, എൻ്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി എന്റെ ചിന്തകൾ ഉണ്ടെങ്കിൽ let me crucify it. വളർന്നു പറഞ്ഞ കർത്താവേ, അങ്ങയുടെ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്ന സകലത്തെയും രാഗമോഹങ്ങളോടെ ക്രൂശിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. വാ തുറന്ന് കരങ്ങളെ ചേർത്തടിച്ചു പറ, എനിക്ക് ആ കൃപയൊന്ന് തരണമേ. ആ ദിവസം യേശുവെത്തി. മറിയ ഓടി വന്ന് പറയുന്നു, വീഞ്ഞ് തീർന്നു. അപ്പൊ യേശുവിൻ്റെ മറുപടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ ഉണ്ടല്ലോ എന്നല്ലേ. അല്ലേ? ഭയപ്പെടേണ്ട, ഞാൻ ഉണ്ടല്ലോ എന്നല്ലേ. പക്ഷെ യേശു പറയുന്നു, എൻ്റെ നാഴിക വന്നിട്ടില്ല. ഹലോ, നമുക്ക് ഡൈജസ്റ്റ് ആകുമോ ആ വാക്ക്? അത്ഭുതം നടക്കേണ്ട അഡ്രസ്സിൽ, അത്ഭുതം നടക്കേണ്ടുന്ന ദിവസം, അത്ഭുതം നടക്കേണ്ട ആവശ്യകതയുള്ള ആ സമയത്ത് യേശു പറയുന്നു, എൻ്റെ ടൈം ആയിട്ടില്ലെന്ന്. ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. വർഷം കറക്റ്റാ, മാസം കറക്റ്റാ, ദിവസവും കറക്റ്റാ. ഒരു വാക്കൂടെ കടന്ന് ഞാൻ പറയാം, മണിക്കൂറും കറക്റ്റാ. പക്ഷെ കർത്താവെ, നീ എന്തിനാ വീണ്ടും സമയം ആയിട്ടില്ലെന്ന് പറയുന്നേ? എൻ്റെ ചിന്തയാണേ, സ്തോത്രം,
ഒരു ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടി, പെർഫെക്റ്റ് മിനിറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന യേശു. ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? കർത്താവെ, അടിയന്തരമായിട്ട് ഇപ്പോഴാണ് എനിക്ക് വിടുതൽ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ ഒരു പെർഫെക്റ്റ് മിനിറ്റിന് വേണ്ടിയുള്ള ഫൈൻ ട്യൂണിങ്ങിലാ. അടുത്ത സെക്കൻഡുകളിൽ നിന്റെ നാഴിക വരും. ചേർന്ന് എന്നോട് പറഞ്ഞേ, വർഷം കറക്റ്റ്. ചേർന്ന് പറ, വർഷം കറക്റ്റ്, ദിവസം കറക്റ്റ്, മണിക്കൂർ കറക്റ്റ്. മിനിറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന യേശു. മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ യേശു പറയുന്നു, നാഴിക വന്നിട്ടില്ല. യോഹന്നാൻ 17 വരാം. എടുക്കണ്ട. യോഹന്നാൻ 17 ഹൈ പ്രീസ്റ്റ് പ്രയറാ. എല്ലാവരും ബൈബിളൊന്ന് അടച്ചു വെച്ചേ, ബൈബിളൊക്കെ ഒന്ന് അടച്ചേ. സ്തോത്രം. ഇനി ആരും വായിക്കാൻ നിൽക്കണ്ട. അടുത്ത 10 മിനിറ്റ് സമയം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചേ, യോഹന്നാൻ 17 ഹൈ പ്രീസ്റ്റ് പ്രയർ, മഹാപൗരോഹിത്യ പ്രാർത്ഥന. 3 കാര്യങ്ങൾക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നമ്പർ 1, തനിക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ പ്രാർത്ഥന തനിക്ക് വേണ്ടി, മഹാനിയോഗത്തിന് വേണ്ടി എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടുത്തണമെന്ന് പറയുന്ന ആ നാഴിക ക്രൂശീകരണത്തിൻ്റെ നാഴികയാണ്. എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. 2, ആമേൻ, സ്തോത്രം. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ഇമ്മീഡിയറ്റ് ശിഷ്യന്മാരുണ്ടല്ലോ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. 3, താൻ പ്രാർത്ഥിക്കുന്നത് 20-ാം വാക്യത്തിൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ നാളുകളിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി. അർത്ഥം, സഭയെ ആത്മാവിൽ കണ്ട് യേശു പ്രാർത്ഥിക്കുന്നു. ഒരു ആമേൻ പറഞ്ഞേ. 1, തനിക്ക് വേണ്ടി, മഹാനിയോഗത്തിന് വേണ്ടി. 2, ആമേൻ, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. 3, തന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി. ഒരു ദൂത് ഞാൻ അവിടെ പറയാം സഹോദരങ്ങളെ. എൻ്റെയും നിൻ്റെയും നിലനിൽപ്പ് പിശാചിൻ്റെ ഔദാര്യമല്ല, പുത്രൻ്റെ പ്രാർത്ഥനയാണ്. ആമേൻ പറഞ്ഞേ. ഓ, യേശുവിൻ നാമത്തിൽ വാ തുറന്ന് പറ, എന്റെയും നിന്റെയും സർവൈവൽ, എന്റെയും നിന്റെയും നിലനിൽപ്പ് പിശാചിന്റെ ഔദാര്യമല്ല, അത് പുത്രന്റെ പ്രാർത്ഥനയാണ്. തീർന്നില്ല, ശ്രദ്ധിക്കണേ. ഈ യോഹന്നാൻ 17 യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചനന്തരം 18-ാം അധ്യായത്തിൽ യേശുക്രിസ്തു കിദ്രോൻ തോട് കടന്ന് സ്തോത്രഗീതം പാടി അക്കരയ്ക്ക് പോകയാ. ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ നിങ്ങൾ വരണം. നിങ്ങളെ ഞാൻ ആ ഇസ്രായേലിൻ്റെ ജോഗ്രഫിയിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തു ആമേൻ മൗണ്ട് സയോണിൽ നിന്ന് ഇറങ്ങി കിദ്രോൻ തോട് കടന്ന് ഒലിവ് മലയ്ക്ക് കയറുകയാണ്. ഒലിവ് മലയുടെ എൻട്രൻസ് ആണ് ഗെതസമന. ശ്രദ്ധിക്കണേ, ഒലിവ് മലയ്ക്കകത്തുള്ള ഒരു പൂന്തോട്ടമാണ് ഗെതസമന. ആ ഗെതസമനയിലൂടെയാണ് ഒലിവ് മലയിലേക്ക് കയറുന്നത്. ഗെതസമനയിൽ യേശു എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോഴേക്ക് മിനിറ്റുകൾ പലത് കഴിഞ്ഞു. ഗെതസമനയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. മരിച്ചാലും ഞാൻ കൂടുണ്ടെന്ന് പറഞ്ഞ പത്രോസിന് 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഏകാന്തതയിലേക്ക് യേശു കയറുകയാണ്. ഒരാമേൻ പറയണേ. മഹാനിയോഗങ്ങൾക്കകത്ത് ഏകാന്തതകളുണ്ട്. നീ സ്വയം അനുഭവിക്കേണ്ടത്, നീ സ്വയം ചെയ്തു തീർക്കേണ്ടത്, നിന്നോട് കൂടെ ഷെയർ ചെയ്യാൻ നിന്റെ പങ്കാളി കാണത്തില്ല. ഒരാമേൻ പറഞ്ഞേ. സ്വർഗം നിനക്ക് വെച്ചിരിക്കുന്നത്, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്വർഗം നിയോഗമായി കണ്ട് നിന്റെ മേലേൽപ്പിച്ചിരിക്കുന്നത്, നിന്നോടൊപ്പം ആ വേദന പങ്കിടാൻ പാസ്റ്റർമാരെ കാണത്തില്ല. ഒരാമേൻ പറയണേ. നീ അനുഭവിക്കേണ്ട ചില വേദനകളുണ്ടല്ലോ, അത് സ്വർഗം നിനക്ക് നിയോഗമാക്കി തന്നതെങ്കിൽ അവിടെ അതിനൊപ്പം ഷെയർ ചെയ്യാൻ നിന്റെ തലമുറകൾക്ക് കഴിയണമെന്നില്ല. പക്ഷെ ഒരു ദൂത് പറയാം, നിയോഗം പകർന്ന അപ്പൻ കൂടെ കാണും. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. നീ വേദനകൾ മാറുന്ന നിയോഗത്തെ കുറിച്ചായിരിക്കാം നമുക്ക് കേൾക്കാൻ ആഗ്രഹം. പക്ഷെ വേദനകളുള്ള നിയോഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നീ തനിച്ചായിരിക്കും. പക്ഷേ നിന്നെ തനിച്ചാക്കാത്ത ഒരു പിതാവ് ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ ആ കരമടിച്ചൊരാമേൻ പറഞ്ഞേ. ഓ ജീസസ്, praise Jesus, hallelujah, 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 hallelujah.
യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ശ്രദ്ധിച്ചേ. യേശുക്രിസ്തു അങ്ങനെ ഗെത്സമനയിലേക്ക് ചെല്ലുകയാ. മനുഷ്യപുത്രനായ ക്രിസ്തു, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ഈ രണ്ടു പദം വ്യത്യസ്തമായി പഠിക്കേണ്ടതാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ, സമയം എന്നെ ഭയപ്പെടുത്തുന്നു. മനുഷ്യപുത്രനായ ക്രിസ്തു ഗെത്സമനയിൽ നിൽക്കുകയാണ്. സർവ്വലോകത്തിന്റെയും പാപത്തെ, ശാപത്തെ, രോഗത്തെ അപ്പൻ മോളിൽ നിന്നെടുത്ത് ഈ മകന്റെ മേലേക്ക് ഇടുകയാ. ഹലോ, ആമേൻ. ഇത് വന്നു വീഴുമ്പോ പുത്രൻ തമ്പുരാനും മനുഷ്യപുത്രനായി നിന്നുകൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല. ആമേൻ, സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ആ പുത്രൻ പ്രാർത്ഥിക്കുക, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് നീക്കണം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. ആമേൻ. എന്നിട്ട് അടുത്ത പദത്തിൽ തന്റെ നിയോഗം മനസ്സിലാക്കി ദൈവപുത്രനായ ക്രിസ്തു പറയുക, എങ്കിലും ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്നുള്ളത് നിന്റെ ഹിതമാണെങ്കിൽ അവിടുത്തെ ഹിതം നടക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുമ്പോ തമ്പുരാൻ പറഞ്ഞു, ഇതാ പുസ്തക ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ബന്ധപ്പെടുന്നു. ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിൽ യേശു പറയുന്നു, ഇത് കുടിക്കണമെന്ന് നിന്റെ ആഗ്രഹമെങ്കിൽ എന്റെ ആഗ്രഹം പോകട്ടെ, നിന്റെ ഹിതം നടക്കട്ടെ. ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തു അനുഭവിച്ച വേദനയൊന്നും ഞാൻ പഠിച്ച വ്യാകരണങ്ങൾ കൊണ്ടോ എനിക്ക് പറയാൻ കഴിയുന്ന പദസഞ്ചയങ്ങൾ കൊണ്ടോ വിശദീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അകത്തോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ആത്മമണ്ഡലത്തിന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ശ്രദ്ധിക്കണേ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യേശുക്രിസ്തു അവിടെ നിൽക്കുകയാ. രക്തം വിയർക്കുന്നവനെ പോലെ താങ്ങാൻ കഴിയാത്ത ശോധനയിൽ കൂടെ പത്രോസ് ഇല്ലെങ്കിലും ഒരു ദൂതൻ, an appointed angel ഇറങ്ങി വരികയാ. സ്തോത്രം. ഒരു ഏഞ്ചൽ, ദൂതൻ അവനെ എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവപുത്രനെ ദൂതൻ ശക്തിപ്പെടുത്തിയെന്നോ? ഇത് മനസ്സിലാക്കണേ. എബ്രായ ലേഖനത്തിൽ വരണം. എബ്രായ ലേഖനത്തിൽ വരുമ്പോ ദൂതന്മാർക്ക് മുകളിലുണ്ടായിരുന്നവൻ, ദൂതന്മാരുടെ പ്രമോദമായിരുന്നവൻ, എന്നാൽ അല്പസമയത്തേക്ക് ദൂതന്മാരെക്കാൾ താഴ്ച വന്നവൻ. ഒരാമേൻ പറഞ്ഞേ. ചില സന്ദർഭങ്ങൾ താഴ്ച വരുമ്പോ ഓർത്തോണം, നിയോഗത്തിന്റെ നാഴികയിലേക്ക് നീ കയറിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോ ഒരു കൂട്ടം ആളുകൾ വരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ച യൂദാസ് ഉൾപ്പെടെ കടന്നു വരിക. യൂദാസിനെ വിളിക്കുന്ന പേര് മറക്കല്ല, സദീഖ്, സ്നേഹിത എന്ന പദം എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്തോട്ട് നോക്കി സ്നേഹിത എന്ന് യേശു വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് സ്തോത്രം, യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് നേരെ ഹന്നാഫിന്റെയും കയ്യപ്പാഫിന്റെയും പാലസിലേക്ക് എത്തിക്കുകയാണ്. ഇസ്രായേലിന് രണ്ട് തരം കോടതികളാണ് ഉള്ളത്. ഒന്ന് സിവിൽ കോർട്ടും ഒന്ന് റിലീജിയസ് കോർട്ടും. മതകോടതി മഹാപുരോഹിതന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോർട്ട്. അവിടെ വെച്ച് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. എന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യേശു ആ രാത്രി പുലരുന്നത് വരെ മഹാപുരോഹിതന്റെ സ്തോത്രം കാര്യാലയത്തിനകത്ത് അങ്ങ് താഴെ ഭൂഗർഭ അറയിൽ താൻ വേദനയോടെ കിടക്കുകയാണ്. യോന തിമിംഗലത്തിന്റെ അടിയിൽ കിടന്ന് നിലവിളിച്ചതുപോലെ അരിമനാഥൻ അവിടെ കിടക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇവിടെ ചേർത്ത് വായിക്കണം. ഞാൻ മുമ്പോട്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ പുലരുമ്പോൾ ഈ ശിക്ഷ നടത്തിയെടുപ്പാൻ മണിക്കൂറുകൾ കഴിഞ്ഞ് പീലാത്തോസിന്റെ അടുക്കലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഗലീലക്കാരനെന്നറിഞ്ഞ് പീലാത്തോസ് ഹേരോദാവിന്റെ അടുക്കലേക്ക്. ഹേരോദാവ് മണിക്കൂറുകൾക്ക് ശേഷം പരിഹസിച്ച് തിരിച്ച് പീലാത്തോസിന്റെ ഇടയിലേക്ക്. പീലാത്തോസ് അവനെ രക്ഷപ്പെടുത്താൻ ആകുന്ന പണി മൊത്തം നോക്കുന്നു. നടക്കത്തില്ലെന്നറിഞ്ഞപ്പോ ഗെത്സമനയെന്ന് പിടിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് യേശുവിനെ ഗബദയ്ക്ക് വിട്ടു. 3 ഗാ മറക്കരുത്. ഗെത്സമന, ഗബദ, ഗോൽഗോഥ. ഗബദ എന്ന കൽത്തളത്തിൽ യേശുവിനെ അടിക്കുകയാ. അടികൊണ്ട് തല മുതൽ പൃഷ്ഠഭാഗം വരെ അടിച്ച് തറച്ച ഉഴവ് ചാലുകളിലൂടെ രക്തമൊഴുകി കണ്ടാൽ ഒരു മാംസപിണ്ഡം പോലെ യേശുനാഥൻ നിൽക്കുകയാ. ആ മനുഷ്യൻ ആരെന്നറിയാതെ പീലാത്തോസ് പോലും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ആ സാഹചര്യത്തിനകത്ത് യേശുവിനെ നിർത്തുകയാ. ശക്തമായ ഭയദാഹം, ശക്തമായ വിശപ്പ്, ശക്തമായ ദാഹം നിയന്ത്രിക്കാൻ കഴിയാതെ കുരിശുമെടുത്ത് അരിമനാഥൻ ഗോൽഗോഥായിലേക്ക് പോകുമ്പോ കുരിശു ചുമന്ന് നടക്കാൻ കഴിയാതെ വീണും എഴുന്നേറ്റും യേശുനാഥൻ നടന്നു പോകുകയാ. കാരണം എന്തെന്നറിയാമോ? പിടിക്കപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു.
ക്രൂരമായ ദണ്ഡനമുറ, ആമേൻ, സ്തോത്രം, അനുഭവിച്ച അനന്തരം ഗോൽഗോഥായുടെ പാറയിൽ വെട്ടിയെടുക്കപ്പെട്ട 3 കുഴികളിലേക്ക് 2 ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം എൻ്റെ യേശുനാഥന്റെ ക്രൂശും തറച്ചു. ഒരാമേൻ പറയണേ. എനിക്ക് നിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഭാഗ ക്രൂശീകരണം. നിങ്ങൾ അറിയുന്നത് പോലെ ഓടി കയറുക. സ്തോത്രം. ശ്രദ്ധിക്കണേ, ക്രൂശിൽ മണിക്കൂറുകൾ, പ്രകൃതി പോലും സ്തബ്ധമായ സാഹചര്യം. അവസാനം അവിടെ 2 പദങ്ങൾ മറക്കല്ല. ഒന്ന്, ഏലി ഏലി ലമ ശബക്താനി, എൻ്റെ അപ്പാ നീ എന്നെ കൈവിട്ടതെന്താ. 2ാമത്തെ പദം എന്നെ ചിന്തിപ്പിച്ചത് ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തൻ്റെ ജീവൻ വെടിയുന്നു. സഹോദരങ്ങളെ, ഇവിടെയേ നാഴിക എത്തു, ഇവിടെയേ നാഴിക പൂർത്തിയാകൂ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. ഇവിടെയേ നാഴിക എത്തു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ, പക്ഷേ 2 മിനിറ്റ് കൊണ്ട് നിർത്താമേ. നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഞാൻ വെക്കുന്നു. ഹൈപ്രീസ്റ്റ് പ്രയർ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു. ജീവൻ വെടിയുമ്പോൾ പോരാ, ദിവസത്തിലധികം കഴിഞ്ഞു. എൻ്റെ ചോദ്യം, മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നാഴിക വന്നില്ലെന്ന് പറഞ്ഞ യേശു, അമ്മയോട് പറഞ്ഞ യേശു, എന്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അപ്പനോട് എൻ്റെ നാഴിക വന്നെന്ന് പറയണം? എൻ്റെ യേശുവിന് 2 നിലപാടുണ്ടോ? അമ്മയോട് മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ നാഴിക വന്നില്ലെന്ന് പറഞ്ഞവൻ അപ്പനോട് മണിക്കൂറുകൾക്ക് മുമ്പ് എന്തിനു പറയണം നാഴിക വന്നെന്ന്? എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ സ്വർഗ്ഗം എന്നോട് 2 വാക്കുകൾ പറഞ്ഞു. ഒന്ന്, എടാ, അത്ഭുതം ചെയ്യാൻ എൻ്റെ ഹൃദയം വെമ്പിയിട്ടില്ല, പക്ഷെ ഗ്ലാഡ്സാ നിനക്ക് വേണ്ടി മരിക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പേ എൻ്റെ ഹൃദയം വെമ്പുകയായിരുന്നു. നമ്പർ 2, അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് 30 വർഷമാ, പക്ഷെ ലോകത്തിന് വേണ്ടി മരിക്കാൻ ഉലകസ്ഥാപനത്തിന് മുമ്പേ നിത്യതയിൽ മാറ്റി നിർത്തി കെട്ടപ്പെട്ട ഒരു പെസഹ കുഞ്ഞാടിനെ കണ്ടോ? ആ കുഞ്ഞാട് ഞാനായിരുന്നു. സഹോദരങ്ങളെ, യേശുവിൻ്റെ പ്രിഫറൻസ് ഞാനും നീയുമായിരുന്നു. നമ്മുടെ പ്രിഫറൻസ് എന്താ? യേശുവിൻ്റെ ഏറ്റവും വലിയത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹമായിരുന്നു. നമ്മുടെ പ്രിഫറൻസുകൾക്കകത്ത് ഈ സ്നേഹത്തെ നമ്മൾ മറന്നോ? ഒരു നിമിഷം ഒന്ന് പറയാമോ? എന്നെ സ്നേഹിച്ച അത്രയും എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. എനിക്കൊന്ന് സ്നേഹിക്കണം. എനിക്ക് പ്രയോറിറ്റി തരുന്ന നാഥനെ എനിക്കും തിരിച്ച് അങ്ങനെ സ്നേഹിക്കണം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ, അല്ലേ? എല്ലാ കണ്ണും ദൈവസന്നിധി അടച്ചാട്ടെ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ